താഴെ പറയുന്നവയിൽ പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഇത് നോക്കിയേ, നമുക്ക് ഈ ആഗ്നേയ ശിലകളുടെ പ്രധാന ഉദാഹരണങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കീ ലേണിംഗ്. എൻ്റെ പേര് കിരൺ രാജൻ കെ. അപ്പോൾ ഞാൻ സാധാരണ ജോഗ്രഫി ക്ലാസ്സിൽ എന്തെടുക്കാറ്, ഒരു PY ക്വസ്റ്റ്യൻ ആയിട്ട് വരും. നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ഫാക്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു അതിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് ആ ഒരു മേഖല പഠിച്ച് തീർക്കലാണ് നമ്മൾ സാധാരണ യൂട്യൂബിൽ ചെയ്യാറ്. അപ്പോൾ ഞാൻ ഇന്നും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. നമുക്ക് ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നോക്കിയേ, ക്വസ്റ്റ്യൻ ഇതാണ്: താഴെ പറയുന്നവയിൽ പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? എന്താണ് താഴെ പറയുന്നവയിൽ പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? നോക്കിയേ, കായാന്തരിത ശിലകളുണ്ട്, ആഗ്നേയ ശിലയുണ്ട്, അവസാദ ശിലയുണ്ട്, സ്ട്രാറ്റിഫൈഡ് ശിലയുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് ഏത് മേഖലയിൽ നിന്നാണ്? ശിലകൾ അഥവാ റോക്സ് എന്ന മേഖലയിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ PSC ജോഗ്രഫിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മേഖലയാണ്, ക്വസ്റ്റ്യനോട് ഇഷ്ടപ്പെട്ടൊരു മേഖലയാണ് എന്തെന്ന് പറയുന്നത് ഈ ശിലകൾ എന്ന് പറയുന്ന മേഖലയിൽ നിന്നും PSC സ്ഥിരമായിട്ട് ക്വസ്റ്റ്യനുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മളപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈ ശിലകളിൽ എന്ന മേഖലയിലെ ഇമ്പോർട്ടൻ്റ് ഫാക്റ്റുകളാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ശിലകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ശിലകൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭൂവൽക്കത്തിൽ ഒന്നോ അതിൽ കൂടുതൽ ധാതുക്കളോ അല്ലെങ്കിൽ ധാതു അടങ്ങിയിട്ടുള്ള പദാർത്ഥങ്ങളോ സംയോജിച്ചുണ്ടാക്കുന്ന ഖരവസ്തുക്കളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ശില എന്ന് പറയുന്നത്. അതായത് ഭൂവൽക്കത്തിൽ കണ്ടുവരുന്ന ഒന്നോ അതിലധികമോ ധാതുക്കളോ അല്ലെങ്കിൽ ധാതു സമ്പന്നമായ പദാർത്ഥങ്ങളോ കൂടിച്ചേർന്നുണ്ടാകുന്ന ഖരപദാർത്ഥങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ശിലകൾ എന്ന് പറയുന്നത്. അപ്പോൾ ശിലകളെ കുറിച്ചുള്ള പഠനം എന്താണ്? പെട്രോളജി. എല്ലാവരും തെറ്റിക്കുന്ന ഒരു സംഭവമാണ്. പെട്രോളജി ഉണ്ട്, പെഡോളജി ഉണ്ട്. പെഡോളജി എന്ന് പറയുന്നത് എന്താണ്? മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ്. അതായത് സ്റ്റഡി ഓഫ് സോയിലാണ് പെഡോളജി എന്ന് പറയുന്നത്. പെട്രോളജി എന്ന് പറയുന്നത് എന്താ പറയുന്നത്? സ്റ്റഡി ഓഫ് റോക്സ് അല്ലെങ്കിൽ ശിലകളെ കുറിച്ചുള്ള പഠനമാണ് പെട്രോളജി. പെഡോളജി എന്ന് പറയുന്നത് എന്താണ്? സ്റ്റഡി ഓഫ് സോയിലാണ്. അപ്പം നോക്കിയേ, നമുക്ക് പ്രധാനമായിട്ടും ശിലകൾ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാൻ സാധിക്കും. പ്രധാനമായിട്ടും ശിലകൾ നമുക്ക് എന്താണ്? മൂന്നായിട്ട് തരംതിരിക്കാൻ സാധിക്കും. അത് ഏതൊക്കെയാണ്? ആഗ്നേയ ശിലകൾ, അവസാദ ശിലകൾ, അതുപോലെ തന്നെ കായാന്തരിത ശിലകൾ. എന്തൊക്കെയാണ്? ആഗ്നേയ ശിലകൾ, അവസാദ ശിലകൾ, കായാന്തരിത ശിലകൾ. ഈ ആഗ്നേയ ശിലകൾ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഭൗമോപരിതലത്തിൽ അതായത് ഭൂവൽക്കത്തിന് താഴെയായിട്ട് എന്തുണ്ട്? അതായത് എന്താ പറയുക, മോൾട്ടൻ ആയിട്ടുള്ള ഫോമിലുള്ള ഒരു ലിക്വിഡ് ഉണ്ട് അല്ലേ? അതായത് നമ്മുടെ ഉരുകിയ അവസ്ഥയിലുള്ളൊരു ദ്രാവകം ഉണ്ട്. ആ ദ്രാവകം തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആഗ്നേയ ശിലകൾ. അത് ഏതൊക്കെ രീതിയിൽ തണുത്തുറയ്ക്കാം? ഒന്നുകിൽ ഭൂമിയുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് തണുത്തുറയ്ക്കാം, അല്ലെങ്കിൽ എന്താ പറയുക, ഭൂമിക്ക് വെളിയിൽ പുറത്ത് വന്നത് തണുത്തുറയ്ക്കാം. അപ്പോൾ നോക്കിയേ, അപ്പോൾ ഭൂമിയുടെ ഉള്ളിലുള്ള സംഭവത്തിന് നമ്മൾ എന്ന് പറയും? മാഗ്മ എന്ന് പറയും. ഇങ്ങനെ മോൾട്ടഡ് ഫോമിലുള്ള ഈ ദ്രാവകത്തിനെ ഭൂമിയുടെ ഉള്ളിലാണെങ്കിൽ നമ്മൾ എന്ന് പറയും? മാഗ്മ എന്ന് പറയും. അത് ഭൂമിയുടെ പുറത്തേക്ക് വന്ന് എന്താന്ന് പറയും? ലാവ എന്ന് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മാഗ്മയും ലാവയും തണുത്തുറഞ്ഞുണ്ടാവുന്ന ശില ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്? ആഗ്നേയ ശിലയാണ്. അപ്പോൾ നമുക്ക് നോക്കി ഓരോ ശിലകൾ നമ്മൾ ഇന്ന് എടുത്ത് പഠിക്കാൻ പോവാണ്. നോക്കി ആ ശിലയുടെ ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റുകൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് പോകാൻ പോവാണ്. ഓക്കെ, അതായത് PSC സ്ഥിരമായി ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനുകൾ തന്നെയാണ് നമ്മൾ ഇന്ന് പഠിക്കാനും പോകുന്നത്. അപ്പോൾ നോക്കി നമുക്ക് എന്താണ് ആഗ്നേയ ശില എന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഭൗമന്ത്രഭാഗത്തുള്ള ശിലാദ്രവത്തിൽ നിന്നാണ് ആഗ്നേയ ശിലകൾ ഉണ്ടാകുന്നത്. ഈ അന്തർഭാഗത്തുള്ള ഈ ശിലാദ്രവം പുറത്ത് വന്നോ അല്ലെങ്കിൽ അന്തർഭാഗത്ത് വെച്ചോ തണുത്തുറഞ്ഞുണ്ടാവുന്ന ശിലയാണ് എന്തെന്ന് പറയുന്നത്? ഈ ആഗ്നേയ ശില എന്ന് പറയുന്നത്. നോക്കിയേ, ഈ മറ്റെല്ലാ ശിലകളുണ്ട്, അതായത് കായാന്തര ശിലകളുണ്ട്, അവസാദ ശിലകളുണ്ട്. ഈ കായാന്തര ശിലകളും ഈ അവസാദ ശിലകളും എവിടെ നിന്നുണ്ടാവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആഗ്നേയ ശിലയിൽ നിന്നാണ്. അതായത് ഈ അവസാദ ശില എന്ന് പറഞ്ഞാൽ ഈ അവസാദ പേരിൽ തന്നെ ഉണ്ട്, അവസാദങ്ങൾ അടിഞ്ഞുകൂടി ഉണ്ടാവുന്ന ശിലയാണ്. ഈ അവസാദങ്ങൾ ആരാണ് കൊണ്ടുവരുന്നത്? ഈ അപക്ഷയ പ്രവർത്തനങ്ങൾ നടത്തുന്ന കുറച്ച്
ഏജൻസ് ഉണ്ട്, അതായത് അപരദന പ്രവർത്തനമുണ്ട്, അപക്ഷയ പ്രവർത്തനമുണ്ട്. അത് നടത്തുന്ന കുറച്ച് ഏജൻസ് ഉണ്ട്. ഏതൊക്കെയുണ്ട്? കാറ്റുണ്ട്, തിരമാലയുണ്ട്, ഒഴുക്കുവെള്ളമുണ്ട്, ഹിമാനികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവയുടെ ഒക്കെ ഡെപ്പോസിഷൻ്റെ ഫലമായി ഉണ്ടാവുന്നതാണ് അവസാദശില എന്ന് പറയുന്നത്. അപ്പം നോക്കിയേ, നമ്മുടെ ഈ ആഗ്നേയശിലകൾക്കൊക്കെ ഈ അപക്ഷയം സംഭവിക്കില്ലേ? അപ്പം അതിൻ്റെ തരികൾ വന്ന് വീണ് അത് അടക്കളായിട്ട് രൂപപ്പെടുന്ന ശിലയാണെന്ന് പറയുന്നത് അവസാദശില. അപ്പം അതുകൊണ്ട് തന്നെ അവസാദശില ഉണ്ടാവുന്ന എവിടെ നിന്നാണ്? ആഗ്നേയശിലയിൽ നിന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ കായാന്തരിത ശില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാന്തരത്തിൽ താപത്തിൻ്റെയും മർദ്ദത്തിൻ്റെയും ഫലമായി അതിൻ്റെ രാസഘടനയിലും ഭൗതിക ഘടനയിലും മാറ്റം വന്നുകൊണ്ട് ഉണ്ടാവുന്ന ശിലയാണ് എന്തെന്ന് പറയുന്നത്? കായാന്തരിത ശില. അതും ഈ ആഗ്നേയശിലയ്ക്ക് സംഭവിച്ചോടെ, അതായത് കുറേ നാൾ ആഗ്നേയശിലയ്ക്ക് ഇങ്ങനെ താപമേറ്റും മർദ്ദമേറ്റും അതിൻ്റെ രാസഘടനയിലും അതുപോലെ ഭൗതിക സ്വഭാവത്തിലും മാറ്റം ഉണ്ടായാൽ അതെന്തായിട്ട് മാറും? കായാന്തരിത ശിലയായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഈ അവസാദ ശിലയും കായാന്തരിത ശിലയും ഉണ്ടാവുന്നത് ഇതിൽ നിന്നാണ്? ആഗ്നേയശിലയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ എന്തെന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കും? പ്രാഥമിക ശിലകൾ എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ പ്രാഥമിക ശില എന്നറിയപ്പെടുന്ന ഏതാണ്? ആഗ്നേയശിലയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പ്രാഥമിക ശില എന്നറിയപ്പെടുന്ന ഏതാണെന്നല്ലേ? അപ്പോൾ ഏതാണ്? ആഗ്നേയശിലയാണ് പ്രാഥമിക ശില എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് എന്തെന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കും? മാതൃശില അല്ലെങ്കിൽ പിതൃശില എന്ന് പറയാൻ സാധിക്കും. എന്താണ്? ശിലകളുടെ മാതാവ് അല്ലെങ്കിൽ പിതൃശില എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതാണ്? നമ്മുടെ ഈ ആഗ്നേയ ശിലയാണ്. അതുപോലെ തന്നെ നോക്കിയേ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഭൗമ അന്തർഭാഗത്തുള്ള ശിലാദ്രവം എന്ന് പറഞ്ഞ സാധനം എന്താണ്? മാഗ്മയാണ്. അത് പുറത്ത് വന്നാൽ അതിൻ്റെ പേരെന്തായിട്ട് മാറും? ലാവയായിട്ട് മാറും. അപ്പം നോക്കിയേ, മാഗ്മ ലാവ തണുത്തുറഞ്ഞുണ്ടാവുന്ന ശില ഏതാണെന്ന് ചോദിച്ചാലും അത് ഏത് തന്നെയാണ്? നമ്മുടെ ഈ ആഗ്നേയ ശിലയാണ്. അതുപോലെ തന്നെ ഭൂമിയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ശില എന്ന് ചോദിച്ചാലും അതേതാണ്? നമ്മുടെ ഈ ആഗ്നേയശിലയാണ്. അപ്പോൾ ഭൂമിയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ശില എന്ന് പറയുന്നത് ആഗ്നേയശിലയാണ്. നമ്മുടെ ഈ ആഗ്നേയശില ഉണ്ടാവുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഈ ശിലാദ്രവം തണുത്തുറഞ്ഞിട്ടല്ലേ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഫോസിലുകളോ അല്ലെങ്കിൽ ജൈവ അവശിഷ്ടങ്ങളോ ഈ ശിലാദ്രവത്തിൽ വന്ന് വീണ് എന്ത് സംഭവിക്കും? അത് കത്തിക്കരിഞ്ഞില്ലാണ്ടാവും. അതുകൊണ്ട് തന്നെ ഫോസിലുകൾ ഇല്ലാത്ത ശില എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? നമ്മുടെ ആഗ്നേയശിലയാണ്. അപ്പോൾ ഫോസിലുകൾ ഇല്ലാതിരിക്കാനുള്ള കാരണം എന്താണ്? ഇതെങ്ങനെ? ശിലാദ്രവം തണുത്തുറഞ്ഞിട്ടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ശിലാദ്രവത്തിൽ വീഴുന്ന ഫോസിലുകളും അതുപോലെ ജൈവിക വസ്തുക്കളും എന്ത് സംഭവിക്കും? കത്തിക്കരിഞ്ഞില്ലാതാവും. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്, ഇടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഫോസിലുകൾ ഇല്ലാത്ത ശില എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? നമ്മുടെ ആഗ്നേയശില. നമുക്കറിയാലോ ആഗ്നേയശില എന്ത് തണുത്തുറഞ്ഞിട്ടുണ്ടാവണതാണ്? മാഗ്മ അല്ലെങ്കിൽ ലാവ. ഈ മാഗ്മ ലാവ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് വരുന്ന എന്താ? അഗ്നിപർവ്വതല്ലേ. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാൻ സാധിക്കും? അഗ്നിപർവ്വത ജന്യശിലകൾ എന്നറിയപ്പെടുന്നതും ഏതാണ്? നമ്മുടെ ഈ ആഗ്നേയശിലയാണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, അതായത് ധാരാളം ലോഹധാതുക്കൾ അടങ്ങിയിട്ടുള്ള ശില എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? നമ്മുടെ ആഗ്നേയശിലയാണ് കേട്ടോ. ലോഹധാതുക്കൾ അല്ലെങ്കിൽ ലോഹ അയിരുകൾ അടങ്ങിയിട്ടുള്ള ശില എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? നമ്മുടെ ആഗ്നേയശിലയാണ്. അപ്പോൾ ആഗ്നേയശിലയുടെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലായല്ലോ. പ്രാഥമിക ശിലകൾ എന്ന് വിശേഷിപ്പിക്കുന്നു, ശിലകളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കുന്നു, പിതൃശില എന്ന് വിശേഷിപ്പിക്കുന്നു, മാഗ്മ ലാവ തണുത്തുറഞ്ഞുണ്ടാവുന്ന ശില എന്ന് വിശേഷിപ്പിക്കുന്നു, ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില ാണ് നമ്മുടെ ആഗ്നേയശിലയാണ്. അതുപോലെ ഫോസിലുകൾ ഇല്ലാത്ത ശില എന്ന് ചോദിച്ചാലും അതേതാണ്? ആഗ്നേയശിലയാണ്. അതുപോലെ തന്നെ എന്താ പറയുന്നത്? ധാരാളം ലോഹ അയിരുകൾ അടങ്ങിയിട്ടുള്ള ശില എന്ന് ചോദിച്ചാലും ഏതാണ്? നമ്മുടെ ആഗ്നേയശിലയാണ്. ഇനി നോക്കിയേ, നമുക്ക് ആഗ്നേയശിലയെ പ്രധാനമായിട്ട് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. ഒന്ന് അന്തർജാതശിലകളെന്നും ഒന്ന് ബാഹ്യജാതശിലകളെന്നും. അതായത് നമ്മുടെ ഭൗമ അന്തർഭാഗത്തെ ശിലാദ്രവം തണുത്തുറഞ്ഞുണ്ടാവുന്ന ശിലകളെയാണ് നമ്മൾ എന്തെന്ന് പറയണത്? അന്തർജാത ശില. അതിന് മറ്റൊരു പേരാണെന്ന് പറയണത് പ്ലൂട്ടോണിക് ശിലകൾ. അപ്പോൾ പ്ലൂട്ടോണിക് ശിലകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? നമ്മുടെ ആഗ്നേയശിലയുടെ ആദ്യത്തെ ക്ലാസിഫിക്കേഷനായ അന്തർജാത ശിലകളാണ്. അതായത് ഭൗമ അന്തർഭാഗത്ത് ഉള്ളത് എന്താണ്? മാഗ്മയല്ലേ. അപ്പോൾ മാഗ്മ തണുത്തുറഞ്ഞുണ്ടാവുന്ന ശിലയാണ് എന്തെന്ന് പറയുന്നത്? അന്തർജാത ശിലകൾ അല്ലെങ്കിൽ പ്ലൂട്ടോണിക് ശില എന്ന് പറയും. ഇനി നോക്കിയേ, ബാഹ്യജാത ശിലകളെ അറിയപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത്? വോൾക്കാനിക് ശിലകൾ. നമുക്ക് ഈ ലാവ, ഈ നമ്മുടെ ഈ ശിലാദ്രവം
പുറത്തേക്ക് വരുന്നത് കൂടുതലായിട്ടും എന്താ പറയണത് നമ്മുടെ അഗ്നിപർവ്വതങ്ങളിൽ നിന്നല്ലേ, വോൾക്കാനോസിൽ നിന്നല്ലേ. അതുകൊണ്ട് തന്നെ വോൾക്കാനിക് ശിലകൾ എന്നറിയപ്പെടുന്ന ഏതാണ്? നമ്മുടെ ബാഹ്യജാത ശിലകളാണ്. അപ്പോൾ ബാഹ്യജാതം എന്ന് പറഞ്ഞാൽ നമ്മുടെ പുറത്തേക്ക് വന്ന് ശിലാദ്രവം പുറത്തേക്ക് വന്ന് തണുത്തുറഞ്ഞുണ്ടാവുന്ന ശിലയാണ് ബാഹ്യജാത ശില. ഭൗമ അന്തർഭാഗത്ത് വെച്ചുകൊണ്ട് തണുത്തുറഞ്ഞുണ്ടാവുന്ന ശിലയാണ് എന്തെന്ന് പറയണത്? അന്തർജാത ശില എന്ന് പറയും. അപ്പം അന്തർജാത ശിലയുടെ മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്? പ്ലൂട്ടോണിക് ശില എന്നും. നമ്മുടെ അതുപോലെ തന്നെ ബാഹ്യജാത ശിലയുടെ മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്? വോൾക്കാനിക് ശില എന്ന് പറയും. അപ്പം നോക്കിയേ, ഭൂമിയുടെ ഉപരിതലത്തിനടിയിലായി എന്തുണ്ട്? മാഗ്മയുണ്ട്. അപ്പം മാഗ്മ തണുത്തുറഞ്ഞുണ്ടാവുന്ന ശില ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണത്? അന്തർജാത ശില അല്ലെങ്കിൽ എന്താ പറയുക? പ്ലൂട്ടോണിക് ശിലയാണ്. അതുപോലെ തന്നെ ഭൂമിയുടെ പുറത്തേക്ക് എന്താ പറയണത്? ലാവയല്ലേ. അപ്പൊ ഭൗമോപരിതലത്തിന് മുകളിലായി എന്ത്? ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? വോൾക്കാനിക് ശിലകൾ അല്ലെങ്കിൽ നമുക്ക് എന്ന് പറയാൻ സാധിക്കും? ബാഹ്യജാത ശിലകൾ എന്ന് പറയാൻ സാധിക്കും. അപ്പൊ ഈ വോൾക്കാനിക് ശിലകളും അതുപോലെ പ്ലൂട്ടോണിക് ശിലകളും എന്തിനു ഉദാഹരണമാണ്? നമ്മുടെ ആഗ്നേയ ശിലകളുടെ ക്ലാസിഫിക്കേഷൻ ഉദാഹരണമാണ്. പ്ലൂട്ടോണിക് എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താ പറയണത്? ഏറ്റവും ഭൂമിയുടെ ഉള്ളിൽ വെച്ച് തണുത്തുറഞ്ഞുണ്ടാവുന്ന ശിലയാണ് പ്ലൂട്ടോണിക്. വോൾക്കാനിക് ശില എന്ന് പറയുന്നത് എന്താ പറയണത്? ഭൂമിയുടെ പുറത്ത് ശിലാദ്രവം വന്നിട്ട് തണുത്തുറഞ്ഞുണ്ടാവുന്ന ശിലയാണ് എന്തെന്ന് പറയണത്? നമ്മുടെ വോൾക്കാനിക് ശില എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ഒരു വട്ടം ചോദിച്ചിട്ടുള്ളതാണ് PSC എക്സാമിന്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നോക്കിയേ, നമുക്ക് ഈ ആഗ്നേയ ശിലകളുടെ പ്രധാന ഉദാഹരണങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ്. അതായത് നമ്മുടെ ഈ ആഗ്നേയ ശിലയുടെ എക്സാമ്പിളുകളും അതുപോലെ അവസാദ ശിലകളുടെ എക്സാമ്പിളുകളും അതുപോലെ തന്നെ എന്താ പറയണത്? നമ്മുടെ കായാന്തര ശിലയുടെ എക്സാമ്പിളൊക്കെ മിക്സ് ചെയ്തുകൊണ്ട് പറയും താഴെ തന്നിരിക്കുന്ന ഈ ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണം ഏതാണെന്ന്. അപ്പം ഇതെന്തായാലും പഠിച്ചിരിക്കണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റത്തെ വരുന്നത് നോക്കിയേ, ബസാൾട്ട്. ബസാൾട്ട് എന്തായാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതായത് ഡെക്കാൻ പീഠഭൂമി ഉണ്ടായിരിക്കണം എങ്ങനെയാ? ബസാൾട്ട് ശിലകൾ പൊടിഞ്ഞുണ്ടായതാണ്. ഡെക്കാൻ ട്രാപ്പിൽ നിന്ന് പുറത്ത് വന്ന എന്താണ്? ലാവയാണ്. ആ ലാവ തണുത്തുറഞ്ഞ് പൊടിഞ്ഞുണ്ടായ ഒരു ഭൂമിയാണ് എന്തെന്ന് പറയുന്നത്? ഡെക്കാൻ പീഠഭൂമി. കറുത്ത മണ്ണ്. അപ്പോൾ ഈ കറുത്ത മണ്ണൊക്കെ എന്താണ്? ബസാൾട്ട് ശിലകളിൽ ഉണ്ടായത്. അപ്പോൾ ബസാൾട്ട് ശില ഉണ്ടാകണം എങ്ങനെയാണ്? നമ്മുടെ ആഗ്നേയ ശിലയാണ്. അതായത് മാഗ്മ അല്ലെങ്കിൽ ലാവ തണുത്തുറഞ്ഞുണ്ടാവുന്നതാണ് ബസാൾട്ട് ശില. പിന്നെ നോക്കിയാൽ ഗ്രാനൈറ്റ്. ഗ്രാനൈറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. അതും എന്താണ്? ഒരു ആഗ്നേയ ശിലയാണ്. ഡോളറൈറ്റ് ഉണ്ട്, ബാത്തോലിത്തസ് ഉണ്ട്, ഡൈക്സ് ഉണ്ട്, അതുപോലെ നോക്കിയാൽ ഗാബ്രോ ഉണ്ട്, പെഗ്മറൈറ്റ് ഉണ്ട്, ഉണ്ട്, ടഫ് ഉണ്ട്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ്. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ച് നിങ്ങൾ എന്താ പറയുക? മനസ്സിലാക്കി പഠിച്ചു വയ്ക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെന്താ നോട്ട് പുസ്തകത്തിൽ തന്നെ എഴുതി തയ്യാറാക്കി തന്നെ ഇത് പഠിക്കുക. ഏതൊക്കെയാണ്? ബസാൾട്ട്, ഗ്രാനൈറ്റ്, ഡോളറൈറ്റ്, ബാത്തോലിത്തസ്, ഡൈക്സ്, ഗാബ്രോ, അതുപോലെ തന്നെ എന്താ പറയണത്? പെഗ്മറൈറ്റും ബ്രിച്ചിയ, അതുപോലെ എന്താ പറയണത്? ടഫ് ആണ് പ്രധാനപ്പെട്ട എന്തെന്ന് പറയുന്നത്? ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയേ, ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് ആഗ്നേയ ശിലകളുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ഫാക്റ്റുകൾ. ഇനി നമുക്ക് അടുത്ത ശിലയായ അവസാദ ശിലകളെ കുറിച്ച് പഠിക്കാം. ഈ അവസാദ ശിലകൾ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഈ അപക്ഷയത്തിൻ്റെയും അപരദന പ്രവർത്തനത്തിൻ്റെയും ഫലമായിട്ട് ഈ ശിലകൾ പൊടിഞ്ഞുണ്ടാവുന്ന തരികളുണ്ടല്ലോ, ആ തരികളൊക്കെ വന്ന് അടിഞ്ഞു കൂടി പിന്നെന്താ സംഭവിക്കുന്നത്? ഒരുമിച്ച് യോജിച്ചൊരു ശിലയായിട്ട് മാറാനാണ് എന്തെന്ന് പറയുന്നത്? ഈ അവസാദ ശില. അപ്പോൾ ഈ അവസാദ ശിലകൾ എന്താണ്? അപരദനത്തിൻ്റെ ഫലമായി ഉണ്ടാവുന്നത്. അപ്പോൾ ഈ അപരദനം ഏതൊക്കെ ശിലകൾക്ക് സംഭവിക്കാം? ആഗ്നേയ ശിലകൾക്ക് സംഭവിക്കാം. അതുപോലെ എന്താ പറയണത്? കായാന്തരിത ശിലകൾക്കും സംഭവിക്കാം. മനസ്സിലായ? ഇപ്പം ഈ അവസാദ ശില ചോദിക്കുകയാണെങ്കിലും ഏത് ശിലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്? രണ്ട് ശിലകളിൽ നിന്നും ഉണ്ടാവാം. അതായത് നമ്മുടെ ആഗ്നേയ ശിലകൾക്ക് എന്താ പറയുക? അപരദനം സംഭവിച്ചോടെ. അതുപോലെ തന്നെ നോക്കിയേ, കായാന്തരിത ശിലകൾക്കും അപരദനം സംഭവിച്ചോടെ. അതായത് കാറ്റ്, ഹിമാനി, ഒഴുക്കുവെള്ളം, തിരമാല, ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് അപരദനത്തിൻ്റെ ഫലമായിട്ട് ചെറിയ ചെറിയ തരികൾ വന്ന് സംയോജിച്ചുകൊണ്ട് ഒറ്റ ശിലയായിട്ട് മാറുന്നതാണ് എന്തെന്ന് പറയുന്നത്? അവസാദ ശിലകൾ. ഇതുപോലെ തന്നെയാണ് ഈ ആഗ്നേയ ശിലകൾ. അതായത് നമ്മുടെ ഈ അവസാദ ശിലകളും അതുപോലെ നമ്മൾ നോക്കി കായാന്തരിത ശിലകളും ചൂടായിട്ട് ഉരുകി കഴിഞ്ഞ് എന്തായിട്ട് മാറും? അത് കൂളായി കഴിഞ്ഞാൽ തണുത്തുറഞ്ഞു കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? ആഗ്നേയ ശിലയായിട്ട് മാറും. അപ്പോൾ എല്ലാ ശിലകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാനുള്ള സാധ്യത വളരെയേറാണ്. പക്ഷേ എല്ലാ ശിലകളും ഉത്ഭവിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ആഗ്നേയ ശിലകളിൽ നിന്നാണ്. എന്നാൽ എല്ലാ ശിലകളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി രൂപപ്പെടാനും സാധ്യതയുണ്ട്. ഓക്കെ.
അപ്പം നോക്കിയേ, ഈ അവസാദ ശിലകൾ എന്താ സംഭവിക്കുന്നത് നോക്കിയേ, കാലാന്തരത്തിൽ ശിലകൾ ക്ഷയിച്ച് പൊടിയുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, അപക്ഷയം അല്ലെങ്കിൽ അപരദനം എന്ന് പറയുന്നത്. ഈ അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു പാളിയായി കാണപ്പെടുന്നു. പിന്നീട് അവ ഉറച്ച് വിവിധ തരം ശിലകളായിട്ട് മാറുന്നു. മനസ്സിലായല്ലോ? അപരദനത്തിൻ്റെയും അപക്ഷയത്തിൻ്റെയും ഫലമായി ഉണ്ടാവുന്ന തരികൾ സംയോജിച്ചുകൊണ്ട് ഒരു ശിലയായിട്ട് മാറുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അവസാദ ശില എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, അപരദനത്തിന് വേണ്ടി സഹായിക്കുന്ന ഏതൊക്കെയാണ്? കാറ്റ്, ഒഴുക്കുവെള്ളം, ഹിമാനികൾ, തിരമാല എന്നിവയുടെ അപരദനത്തിൻ്റെ പ്രവർത്തന ഫലമായി രൂപപ്പെടുന്ന ശില ഏതാണെന്ന് ചോദിച്ചാലും അതേതാണ്, അവസാദ ശില. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഓരോ തരികളും എങ്ങനെയാണ് പാളിയായിട്ടാണ് വന്നിങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടക്കുശിലകൾ എന്നറിയപ്പെടും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. അടക്കുശിലകൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഏതാണ്? അവസാദ ശിലകളാണ്. അതായത് ഈ അവസാദ ശിലകൾ, അവസാദങ്ങൾ വന്നിങ്ങനെ നിക്ഷേപിക്കണം എങ്ങനെയാ? ഓരോ ലെയർ ആയിട്ടല്ലേ. അതുകൊണ്ട് തന്നെ അടക്കുശിലകൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഏതാണ്? അവസാദ ശിലയാണ്. അതുപോലെ തന്നെ നോക്കിയേ, ഫോസിലുകൾ ഇല്ലാത്ത ശില നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? ആഗ്നേയ ശിലയായിരുന്നു. എന്നാൽ ഫോസിലുകളുള്ള ശില എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഈ അവസാദ ശില. അതായത് ഇപ്പം ഏതെങ്കിലും ഒരു ജീവി ചത്ത് കഴിഞ്ഞാൽ അതിൻ്റെ എന്താ പറയുക, ജീർണിച്ച് അതിൻ്റെ എല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ മുകളിൽ ഓരോ അവസാദങ്ങൾ വന്നിങ്ങനെ അടിഞ്ഞുകൂടി ഇങ്ങനെ ലെയറായിട്ട് അതൊരു ശിലയുടെ ഉള്ളിൽ പെട്ട അവസ്ഥയാവും. നിങ്ങൾ ചിലപ്പോൾ ഓരോ വീഡിയോ കണ്ടാവും. ചിലപ്പോൾ വട്ടത്തിലുള്ള റോക്ക് ഇങ്ങനെ തട്ടുമ്പോൾ പൊളിഞ്ഞ് 2 പീസാകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു എന്താ പറയുക, ഒച്ചിൻ്റെ രൂപത്തിലുള്ള സംഭവങ്ങളൊക്കെ കിട്ടണതൊക്കെ അതൊക്കെ എന്താണ്? നമ്മുടെ ഈ ഫോസിലുകളാണ്. അപ്പോൾ അതൊക്കെ രൂപപ്പെടുന്ന ഇതിൽ നിന്നാണ്? അവസാദ ശിലയിൽ നിന്നാണ്. അതുപോലെ തന്നെ ജൈവിക ശില എന്ന് വിശേഷിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ജന്തു സസ്യജാലങ്ങളൊക്കെ എന്താ പറയണത്, ചത്ത് ജീർണിച്ചതിൻ്റെ ഫലമായി അതിൻ്റെ മുകളിൽ അവസാദങ്ങൾ വന്ന് രൂപപ്പെട്ട് വീണ് കൊണ്ടുണ്ടാവുന്ന ശിലയിൽ എന്തുണ്ടാവും? ഫോസിൽ ഉണ്ടാവും എന്ന് പറഞ്ഞുല്ലോ. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഒരു ജൈവിക ശില എന്ന് പറയാൻ നമുക്ക് സാധിക്കും. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്, ഈ ശിലാതൈലം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പെട്രോളാണ്. അപ്പോൾ ശിലാതൈലം എന്നറിയപ്പെടുന്ന വസ്തു എന്താണ്? പെട്രോളാണ്. അതായത് നമുക്കറിയാലോ, കൽക്കരി, പെട്രോൾ, ക്രൂഡ് ഓയിലൊക്കെ എന്താണെന്നൊക്കെ അറിയാലോ. അപ്പോൾ അതൊക്കെ രൂപപ്പെടുന്നത് എങ്ങനെയാണ്? ഈ ജൈവികമായിട്ടുള്ള അവശിഷ്ടങ്ങളിൽ നിന്നാണ്. അപ്പോൾ ഈ ശിലാതൈലം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പെട്രോളാണ്. ഇനി നോക്കിയേ, നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു പെഡോളജി, മണ്ണിനെ കുറിച്ചുള്ള പഠനവും പെട്രോളജി എന്താണ്? ശിലകളെ കുറിച്ചുള്ള പഠനം, അല്ലെങ്കിൽ എന്താ പറയണത്, റോക്സിനെ കുറിച്ചുള്ള പഠനമാണ്. എന്നാൽ ഇവിടെ ഫോസിലുകളെ കുറിച്ചുള്ള പഠനമാണ് പാലിയന്റോളജി. എന്താണ് പാലിയന്റോളജി? പാലിയന്റോളജി എന്താണെന്ന് മനസ്സിലായല്ലോ, ഫോസിലുകളെ കുറിച്ചുള്ള പഠനം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇപ്പം എന്താ പറയുക, ആഗ്നേയ ശില ആയിക്കോട്ടെ, കായാന്തരിത ശില ആയിക്കോട്ടെ, അവസാദ ശില ആയിക്കോട്ടെ, അതിനൊക്കെ വീണ്ടും എന്താ പറയുക, അപരദനവും അപക്ഷയും സംഭവിച്ചിട്ട് വീണ്ടും എന്തുണ്ടാവും? അവസാദ ശില ഉണ്ട്. അത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, കായാന്തരിത ശിലയ്ക്കും അപക്ഷയം സംഭവിക്കാം. അതുപോലെ എന്താ പറയുക, ആഗ്നേയ ശിലയ്ക്കും അപക്ഷയും അപരദനം സംഭവിക്കും. അതുപോലെ തന്നെ മറ്റൊരു അവസാദ ശിലയ്ക്കും അപക്ഷയും അപരദനം സംഭവിച്ചോടെ അതിൻ്റെ ഫലമായിട്ടുണ്ടാവില്ല അവസാദങ്ങൾ, അത് സംഭവിച്ച് മറ്റൊരു അവസാദ ശില ഉണ്ടായിക്കോടെ. അപ്പം അതുപോലെയാണ് എല്ലാ ശിലകളും എന്താ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരു ശിലയിൽ നിന്ന് തന്നെ മറ്റ് ശിലകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവുന്നുണ്ട്. എന്നാൽ എല്ലാ ശിലകളുടെയും തുടക്കം എവിടെ നിന്നാണ്? ആഗ്നേയ ശിലയിൽ നിന്നാണ്. അതുകൊണ്ടാണ് പ്രാഥമിക ശില എന്നറിയപ്പെടുന്ന ഇതിനെ ആഗ്നേയ ശില എന്നും, ശിലകളുടെ മാതാവ് എന്നും, പിതൃശില എന്നും, അല്ലെങ്കിൽ ശിലകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? നമ്മുടെ ആഗ്നേയ ശിലയാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, നമുക്ക് പ്രധാനപ്പെട്ട അവസാദ ശിലകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നോക്കിയേ, നമ്മുടെ ഈ അവസാദ ശിലകൾ നമുക്ക് പ്രധാനമായിട്ട് 3 തരംതിരിക്കാൻ സാധിക്കും. ഒന്നെന്ന് പറയുന്നത് ബലാത്കൃതമായി രൂപപ്പെടുന്നവയുണ്ട്, ഒന്ന് ജൈവികമായി രൂപപ്പെടുന്നവയുണ്ട്, ഒന്ന് എന്താ പറയണത്, രാശീയമായി രൂപപ്പെടുന്നവയുണ്ട്. അതായത് ഈ ബലാത്കൃതമായി രൂപപ്പെടാന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അപരദനത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഏജന്റുകളിൽ ഈ കാറ്റ്, തിരമാല, ഒഴുക്കുവെള്ളം, അതുപോലെ തന്നെ എന്താ പറയണത്, ഹിമാനികൾ, ഇവയുടെ ഒക്കെ ഒരു ഫോഴ്സിന്റെ ഫലമായിട്ടാണ് ഒരു അവസാദ ശില രൂപപ്പെടുന്നതെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ബലാത്കൃതമായി രൂപപ്പെടുന്ന അവസാദ ശില എന്ന് പറയാൻ പറ്റും. ഇനി ജൈവികമായി രൂപപ്പെടുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെന്താ പറയുക, നമ്മുടെ ജീവികളുണ്ടല്ലോ, ജന്തുജാലങ്ങൾ, ആ ജന്തുജാലങ്ങളുടെ അവശിഷ്ടത്തിൻ്റെ ഫലമായിട്ട്, അതായത് ഇപ്പോൾ മൂത്രാവാം, അതുപോലെ അതിൻ്റെ കാഷ്ടാവാം, അല്ലെങ്കിൽ അത് ചത്ത് ജീർണിക്കാം, അതിൻ്റെ ഫലമായിട്ട് പല വിഘടനങ്ങൾ നടക്കുന്നുണ്ടാവും. അതിൻ്റെ ഫലമായിട്ട് രൂപപ്പെടുന്നവയാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ജൈവികമായി രൂപപ്പെടുന്ന അവസാദ ശില. അതായത് പാറയുടെ ഇടയിലൊക്കെ കിട്ടും, ചിലപ്പോൾ ചത്ത് ചീഞ്ഞ് വിഘടിക്കുന്നതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുക? പല മാറ്റങ്ങളും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ഫലമായിട്ട് രൂപപ്പെടുന്നവയാണ് എന്തെന്ന് പറയുന്നത്? ജൈവികമായി രൂപപ്പെടുന്നവ. അപ്പം അടുത്തത് എന്താണ്? രാശീയമായി രൂപപ്പെടുന്നവയാണ്. ഇപ്പം രാശീയമായിട്ട് രൂപപ്പെടുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ജലത്തിൽ ധാരാളം ധാതുക്കൾ അടങ്ങിയിട്ടുണ്ടാവുമല്ലോ,
അതുപോലെ തന്നെ കടൽ ജലം എടുക്കുകയാണെങ്കിലോ അതിൽ ധാരാളം ലവണാംശം അല്ലെങ്കിൽ ഉപ്പടങ്ങിയിട്ടുള്ളതാണ്. അപ്പം നോക്കിയേ, ഈ അപരദനത്തിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഈ ഒഴുക്ക് വെള്ളം വരുമ്പോൾ ഈ ജലത്തിലെ ധാതുക്കളും അതുപോലെ തന്നെ ഈ അവസാദങ്ങളും തമ്മിൽ എന്താ പറയണത്, ചെറിയ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാവും, രാസീയ പ്രവർത്തനങ്ങൾ ഉണ്ടാവും. അപ്പം അതിൻ്റെ ഫലമായിട്ട് രൂപപ്പെടാം. അതുപോലെ തന്നെ നമുക്ക് ഈ സാൾട്ട് വാട്ടർ, അതായത് തിരമാലകൾ വരാമെന്ന് വിചാരിക്കുക. തിരമാലകളുടെ ഫലമായിട്ടാണ് ഒരു അവസാദശില രൂപപ്പെടുന്നതെങ്കിൽ ആ തിരമാലയിൽ ധാരാളം എന്തടങ്ങിയിട്ടുണ്ട്, ലവണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും ഈ എന്താ പറയുക അവസാദങ്ങളും തമ്മിൽ എന്താ പറയുക വീണ്ടും ഒരു രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാം. അപ്പം അതിൻ്റെ ഫലമായിട്ട് രൂപപ്പെടുന്നവയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, രാസീയമായി രൂപപ്പെടുന്നവ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അതായത് നമ്മുടെ ഈ അവസാദ ശിലകൾ എങ്ങനെ ഉണ്ടാവണത്, ഓരോ അവസാദങ്ങളും ഇങ്ങനെ ലെയറായി വന്ന് അടിഞ്ഞു കൂടി അവസാനം സംയോജിച്ചു കൊണ്ടാണ് ശിലകൾ ഉണ്ടാവണമെന്ന് പറയുന്നു. അതിന് പറയുന്നതാണ് ദൃഢീകരണം എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കി എന്താ പറയണത്, ശിലാകഷ്ണങ്ങൾ, അതായത് എന്താ പറയുന്നത്, ഈ അപരദനത്തിൻ്റെ ഫലമായിട്ട് വരുന്ന ചെറിയ ചെറിയ പീസുകളാണ് ഈ ശിലാകഷ്ണങ്ങൾ. അപ്പോൾ ഈ ശിലാകഷ്ണങ്ങൾ വിവിധ ബാഹ്യശക്തികൾ വഹിച്ചുകൊണ്ടിരുന്നു. വിവിധ ബാഹ്യശക്തികൾ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഈ അപരദനത്തിനുള്ള സഹായികളുണ്ടല്ലോ, ഈ മറ്റേ കാറ്റ്, അതുപോലെ തിരമാലകൾ, ഒഴുക്കുവെള്ളം, ഉപ്പുവെള്ളം, അതായത് എന്താ പറയുക ഹിമാനികൾ, അതൊക്കെയാണ് എന്താ പറയുന്നത് വഹിച്ചു കൊണ്ടുപോയി നിക്ഷേപിക്കുകയും ഇവ തിങ്ങിച്ചേർന്ന് ശിലകളായി മാറുന്നു. അതായത് ഈ അപരദനത്തിൻ്റെ ഫലമായിട്ട് കൊണ്ടുവരുന്ന ഈ ശിലാകഷ്ണങ്ങൾ തിങ്ങിച്ചേർന്നിട്ട് ഒറ്റ ശിലയായിട്ട് മാറാണ്. അതിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ദൃഢീകരണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ദൃഢീകരണം വഴി രൂപപ്പെടുന്ന ശില ഏതാണ്, അല്ലെങ്കിൽ ദൃഢീകരണം എന്ന പ്രക്രിയ വഴി രൂപപ്പെടുന്ന ശില ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്, നമ്മുടെ അവസാദ ശിലയാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവസാദ ശില രൂപീകരിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ദൃഢീകരണം എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ബലാത്കൃതമായി രൂപപ്പെടുന്നവയ്ക്ക് എക്സാമ്പിൾ ഞാൻ പറയാം. ഏതൊക്കെയാണെന്ന് നോക്കിയേ, മണൽക്കല്ല്, അതുപോലെ നോക്കിയേ കൺഗ്ലോമറേറ്റ്, ചുണ്ണാമ്പ് കല്ല്, ഷെയില്, അതുപോലെ നോക്കിയേ ഗീസറൈറ്റ്, ചോക്ക്, ചുണ്ണാമ്പ് കല്ല്, കൽക്കരി എന്നിവയാണ് ജൈവികമായി രൂപപ്പെടുന്നവയ്ക്ക്. ബലാത്കൃതമായി രൂപപ്പെടുന്നവയ്ക്ക് എക്സാമ്പിൾ ഏതൊക്കെയാണ്, മണൽക്കല്ലുണ്ട്, കൺഗ്ലോമറേറ്റ് ഉണ്ട്, അതുപോലെ ചുണ്ണാമ്പ് കല്ലുണ്ട്, ഷെയിലുണ്ട്. ഇനി നോക്കിയേ ജൈവികമായി രൂപപ്പെടുന്നവയ്ക്ക് ഏതൊക്കെയാണ്, ഗീസറൈറ്റ്, ചോക്ക്, ചുണ്ണാമ്പ് കല്ല്, കൽക്കരി. ഇനി നോക്കിയേ രാസ്യമായി രൂപപ്പെടുന്നവയ്ക്ക് എക്സാമ്പിളാണ് ചെർട്ട്, ചുണ്ണാമ്പ് കല്ല്, ഹാലൈറ്റ്, അതുപോലെ പൊട്ടാഷ്. അപ്പോൾ നോക്കിയേ ഈ മൂന്നെണ്ണത്തിലും കോമൺ ആയിട്ട് വരുന്ന സാധനം എന്താണ്, ചുണ്ണാമ്പ് കല്ലാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും എന്താ ഇങ്ങനെ ടാബുലേറ്റ് ചെയ്തിട്ട് പഠിക്കുക, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആഗ്നേയശിലകളിലുള്ള കുറച്ച് എക്സാമ്പിളും ഇതിൻ്റെ എക്സാമ്പിളുകളും അതുപോലെ കായാന്തരിക ശിലകളുടെ എക്സാമ്പിളും നമ്മൾ മിക്സ് ചെയ്തിട്ട് തന്നിട്ട് പറയും ഇതിലേതാണ് അവസാദ ശിലകൾക്ക് എക്സാമ്പിൾ, ഇതിലേതാണ് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് കായാന്തരിക ശില, താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ആഗ്നേയശില. അങ്ങനത്തെ രീതിയിൽ PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു മേഖലയാണ്. PSCക്ക് ഇഷ്ടപ്പെട്ടൊരു മേഖലയാണ് ക്വസ്റ്റ്യൻ. കാരണം എന്ന് പറഞ്ഞാൽ ശിലകളുമായി ബന്ധപ്പെട്ടതിൽ നിന്നും എന്തായാലും ക്വസ്റ്റ്യനുകൾ ധാരാളമായിട്ട് വരണ കാണുന്നുണ്ട് ഈ അടുത്തുള്ള എക്സാമുകളിലൊക്കെ. അപ്പോൾ നമുക്ക് അവസാദ ശില എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നതാണ് എന്തെന്ന് പറയുന്നത്, കായാന്തരിത ശില. ഈ കായാന്തരിത ശില രൂപപ്പെടുന്ന ഏതിൽ നിന്നാണ്, നമ്മുടെ ഈ അവസാദ ശിലയിൽ നിന്നും അതുപോലെ തന്നെ ഈ ആഗ്നേയ ശിലയിൽ നിന്നും എന്ത് രൂപപ്പെടാം, കായാന്തരിത ശിലകൾ രൂപപ്പെടാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഉയർന്ന മർദ്ദത്തിൻ്റെയും ഉയർന്ന താപത്തിൻ്റെയും ഫലമായി ശിലകളുടെ രാസഘടനയിലും അതുപോലെ തന്നെ ഭൗതിക സ്വഭാവത്തിലും മാറ്റം വന്നുകൊണ്ട് രൂപപ്പെടുന്ന ശിലകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കായാന്തരിത ശിലകൾ. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടത് എന്തൊക്കെയാണ്, ഉയർന്ന മർദ്ദം അതുപോലെ തന്നെ എന്താ ഉയർന്ന താപം മൂലമോ ശിലയ്ക്ക് എന്തൊക്കെയാണ് ഭൗതികമായും അതുപോലെ തന്നെ എന്താ പറയുന്നത് രാസപരമായ മാറ്റങ്ങൾക്ക് വിധേയമായി രൂപപ്പെടുന്ന ശിലകളെയാണ് കായാന്തരിത ശിലകൾ എന്ന് പറയും. നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ശില എന്ന് ചോദിച്ചാലും അതേതാണ്, കായാന്തരിത ശിലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില എന്ന് ചോദിച്ചാൽ അതേതാണ്, കായാന്തരിത ശിലകളാണ്. നോക്കിയേ, നേരത്തെ ഉണ്ടായിരുന്ന ശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ചുണ്ടാവുന്ന ശില എന്ന് പറയുന്നത് എന്താണ്, കായാന്തരിത ശില. രൂപമാറ്റം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, കെമിക്കൽ സ്വഭാവം, അതായത് രാസ സ്വഭാവവും അതുപോലെ ഭൗതിക സ്വഭാവത്തിലും ഉണ്ടാവുന്ന ശിലകളാണ് കായാന്തരിത ശിലകൾ. ഇത് നോക്കിയേ, ശിലകളുടെ രൂപീകരണത്തേക്ക് നയിക്കുന്ന പ്രക്രിയ ഞാൻ പറഞ്ഞുള്ളൂ. ഇങ്ങനത്തെ ഭൗതികപരമായുള്ള സ്വഭാവവും അതുപോലെ രാസികമായ സ്വഭാവത്തിലും മാറ്റം വന്നിട്ടാണ് ശില ഉണ്ടാവണമെന്ന് പറഞ്ഞു. ആ പ്രക്രിയയെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, കായാന്തരണം. എന്താണ്,
കായാന്ത്രീകരണം എന്ന് പറഞ്ഞ മാതിരി കായാന്തരണം. മനസ്സിലായല്ലോ? കായാന്തരിത ശില എന്ന് പറഞ്ഞ മാതിരി കായാന്തരണം. ഓക്കെ, ഇനി നോക്കിയേ, കായാന്തരണത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞത് എന്തൊക്കെയാണ്? താപം, മർദ്ദം, അതുപോലെ രാസദ്രവങ്ങൾ. നോക്കി, ഈ മൂന്നാണ് കായാന്തരണത്തെ എന്താ പറയുന്നത് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഈ മൂന്ന് ഘടകങ്ങളുടെ ഫലമായിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? കായാന്തരിത ശിലകൾ രൂപീകരിക്കുന്നത്. ആ കായാന്തരിക ശിലകൾ രൂപീകരിക്കുന്ന പ്രക്രിയ പറയുന്ന പേരാണ് കായാന്തരണം. നമ്മുടെ അവസാദ ശിലകൾ രൂപീകരിക്കുന്ന പ്രക്രിയ പറഞ്ഞ പേരാണ് ദൃഢീകരണം എന്ന് പറയും. അല്ലെ, തെറ്റിക്കരുതിട്ട് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കായാന്തരണം, കായാന്തരിത ശിലകൾ ആ പേരിൽ തന്നെ ഉണ്ട്. ദൃഢീകരണം എന്താണ്? പാളികളായിട്ടാണ് രൂപപ്പെടുന്നത് നമ്മുടെ അവസാദ ശില. അതുകൊണ്ട് തന്നെ പാളികളാകുമ്പോൾ എങ്ങനെയാണ്? അടക്കടക്കടക്കമാരില്ലേ? അതുകൊണ്ട് നമുക്ക് അതിനെ എന്തെന്ന് പറയാൻ സാധിക്കും? അടക്ക് ശിലകൾ അല്ലെങ്കിൽ എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കും. ആ പ്രക്രിയ പറയുന്ന പേരാണ് ദൃഢീകരണം. ഓക്കെ, സെറ്റല്ലേ? ഇനി അടുത്ത് നോക്കിയേ, മറ്റ് ശിലകൾ കായാന്തര ശിലയായി മാറും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നേരത്തെ ഉണ്ടായിരുന്ന ശിലകൾക്ക് എന്താ രാസികമായതും ഭൗതികമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവുന്ന ശിലയാണ് കായാന്തര ശിലകൾ. അപ്പോൾ നമുക്ക് നേരത്തെയുള്ള എന്താ പറയുക അവസാദ ശിലകൾക്കും അതുപോലെ തന്നെ ആഗ്നേയ ശിലകൾക്ക് ഉണ്ടാവുന്ന മാറ്റത്തിൻ്റെ ഫലമായിട്ടുണ്ടാവുന്ന ശിലകളാണ് കായാന്തര ശിലകൾ. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ പഠിച്ചു വയ്ക്കുക. ക്വസ്റ്റ്യൻ ചോദിക്കും, അതായത് ഗ്രാനൈറ്റ് ഏത് തരത്തിലുള്ള കായാന്തര ശിലയായിട്ടാണ് മാറണേന്നായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ നോക്കിയേ, ഗ്രാനൈറ്റ് എന്താവണോ? നൈസാവണോ? നൈസല്ല ഗ്രാനൈറ്റ്, തൊടുമ്പോൾ നല്ല മിനുസല്ല. അപ്പോൾ ഗ്രാനൈറ്റ് നൈസാവുന്നു. അതെന്ത്? ഗ്രാനൈറ്റ് എന്താണ് നമുക്കറിയാം, അതെന്താണ്? ആഗ്നേയ ശിലയാണ്. അപ്പോൾ ഗ്രാനൈറ്റ് എന്തായിട്ട് മാറി? കായാന്തര ശിലയായിട്ടുള്ള നൈസായിട്ട് മാറി. ഇനി നോക്കിയാൽ ബസാൾട്ട്, ഷിറ്റ്സ് എന്താണ്? ബസാൾട്ട് എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാലോ, അതേതാണ്? ആഗ്നേയ ശിലയാണ്. ഇനി നോക്കി, കളിമണ്ണ്, ഷെയിലൊക്കെ എന്താണ്? അത് അവസാദ ശിലയാണ്. അതെന്തായിട്ട് മാറാണ്? സ്ലേറ്റ് ആയിട്ട് മാറാണ്. ചുണ്ണാമ്പുകല്ല് എന്താണ്? അവസാദ ശിലയാണ്. അതെന്തായിട്ട് മാറി? മാർബിളായിട്ട് മാറി. അതുപോലെ നോക്കിയാൽ മണൽക്കല്ല് എന്ന് പറയുന്നത് എന്താണ്? കോഡ്സൈറ്റ് ആയിട്ട് മാറുന്നത്. കോഡ്സൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഗ്ലാസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഈ കോഡ്സൈറ്റ്. മണൽക്കല്ല് എന്തായിട്ട് മാറാണ്? കോഡ്സൈറ്റ് ആയിട്ട് മാറാണ്. കൽക്കരി എന്തായിട്ട് മാറാണ്? ഗ്രാഫൈറ്റ് ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ്? കായാന്തരിത ശിലകളാണ്. ഇവിടെ ഉണ്ടായത് എന്താ? മറ്റ് ശിലകളാണ്. ഏതൊക്കെ? ആഗ്നേയ ശിലയാവാം, അല്ലെങ്കിൽ എന്താ പറയണത്? അവസാദ ശിലകളാണ്. അതിനൊക്കെ എന്ത് സംഭവിക്കുകയാണ്? കായാന്തരണം സംഭവിച്ച് കായാന്തരിത ശിലയായിട്ട് മാറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലെ തന്നെ പഠിച്ചു വയ്ക്കുക. മാറ്റങ്ങൾ, ഈ ശില ഇങ്ങനെയായിട്ട് മാറുന്നു കായാന്തരണം സംഭവിച്ച്. അപ്പോൾ ലഭിക്കുന്ന ശിലകളാണ് കായാന്തരിത ശിലകൾ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പലവട്ടം PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ നോക്കിയേ, അപ്പോൾ നമ്മളപ്പോൾ ഇന്ന് പഠിച്ചത് എന്താണ്? ശിലകളെ പറ്റിയിട്ടാണ്. അപ്പോൾ ശിലകളൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായി എന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയൊരു ക്ലാസ് കൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റുകൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തേക്കുന്നത്. ഇനിയുമുണ്ട് ശിലകളെ പറ്റി പഠിക്കാൻ. അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകളൊക്കെ ലഭിക്കുന്നതിനായിട്ട് പ്ലേ സ്റ്റോറിൽ കയറി നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കോഴ്സുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ എന്താ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ഇടാവുന്നതാണ്. അപ്പോൾ താങ്ക് യു.